ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഈ കോവിഡ് കാലത്ത് എല്ലാവരും സേഫായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ബാക്കി വന്ന പുട്ടുകൊണ്ട് ടേസ്റ്റിയായ ഒരു പുട്ടുവറവാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളിയും ഇട്ട് കുറച്ച് സമയം വഴറ്റുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് കുറച്ച് സമയം വഴറ്റിയെടുക്കുക. ഇത് ഒരു 3/4 വേവായാൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇനി 1-2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ ജീരകപ്പൊടി അഥവാ ക്യുമിൻ പൗഡർ, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ബാക്കി വന്ന ഏതെങ്കിലും ഒരു കറിയുടെ ചാറാണ്. കടലക്കറിയുടേതോ അതുപോലെ ഏതെങ്കിലും ഒരു കറിയുടെ നീര് ചേർത്താൽ മതിയാകും. ഞാൻ ഇന്ന് ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നീര് മാത്രമായിട്ട് കിട്ടുകയില്ല, അതുകൊണ്ട് അതങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട്. ഇനി 2 പീസ് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണിത്. ഇത് ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിരുന്നു. അത് ചെറിയ പീസാക്കി എടുത്ത് അതും കൂടി ഇതിലേക്ക് ഇടുക. ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു 5-10 മിനിറ്റ് നന്നായി തിളച്ച് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അടുത്തതായി ഞാനിപ്പോൾ ഒരു വലിയ സൈസ് പുട്ടാണ് എടുത്തിട്ടുള്ളത്. അത് കൈകൊണ്ട് നന്നായി പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. നല്ല പോലെ ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ച് ഇനി ഇത് നല്ലപോലെ വഴറ്റി ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി പുട്ടൊക്കെ നല്ല ചൂടായി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 5-10 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതിയാകും. അപ്പോൾ തന്നെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ രാവിലെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് അധികമായി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ലാഭവും പണിയും ലാഭിക്കാം. പിന്നെ എപ്പോഴും അടുക്കളയിൽ തന്നെ നിന്ന് ബുദ്ധിമുട്ടുകയും വേണ്ട. അപ്പോൾ അവസാനമായി കുറച്ച് മല്ലിയിലയും വിതറി ഇറക്കി വെക്കാം. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഉള്ളി കൂടി മുറിച്ചത് അതിൻ്റെ മുകളിലിട്ട് വേണം സെർവ് ചെയ്യാൻ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലത്തെ റെസിപ്പിയുമായി കാണുന്നത് വരെ ബായ്.